സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾക്കിപ്പോൾ ജോലിക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് നേരെ പോവാ വിചാരിച്ച് പോവാണ്. നമ്മളെ ചോപ്പ് എന്ത് ചെയ്യണാവോ അവനോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാനാണ്. അത് അവിടെ നിൽക്കുന്നുണ്ട്. എടാ ചോപ്പേ, ഞാൻ എന്തായാലും ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. ഇവൻ എന്തീ നോക്കിക്കണ്, ഇവൻ എന്നും ഇവിടെ തന്നെ പോലെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എടാ ചോപ്പേ, ഞാൻ ജോലിക്ക് പോയിട്ട് വരാട്ടോ. ഇവനൊന്നും മുണ്ടുന്നില്ലല്ലോ. എടാ ചോപ്പേ, മുണ്ടാത്തന്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലായി. ഇന്നലെ ഞാൻ ഇവനിക്ക് ഫുഡ് വേണം പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തില്ല ഗൈസ്. അതിന്റെ ദേഷ്യത്തിൽ ഓൻ മുണ്ടാണ്ട് നിൽക്കണേ. തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റട്ടെ, നമുക്ക് വരുമ്പോൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ഗൈസ്. അപ്പോൾ ഓൻ മുണ്ടിക്കോളും. അപ്പൊ ഈ മാൻഷൻ വാങ്ങിക്കണ വീഡിയോ നിങ്ങൾ കാണാത്തവരുടെ കാണാൻ അവിടെ ഐക്കാർഡിൽ കൊടുക്കുക. നമ്മളൊരു പുതിയ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏത് വണ്ടി എടുക്കണം ഗൈസ്? നമ്മളൊക്കെ ആകെയുള്ള ഒരു ബൈക്ക് മാത്രമാണ്, പുതിയൊരു കാറൊന്നുമില്ല. നമുക്കൊരു കാർ എടുക്കണം. കാറ് ഏത് കാർ എടുക്കണം ഗൈസ്? നിങ്ങൾ എന്തായാലും താന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു കാറായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ പണി കാര്യങ്ങളൊക്കെ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെയാണ്. ഓക്കെ, മറ്റെവിടെയാണ്, എന്താണ് കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് എൻ്റെ പണി. നമുക്ക് അവിടേക്ക് നേരെ പോയിട്ട് എന്തായാലും അവിടെ ചെറിയ ചെറിയ പണികൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് തീർക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പണിയും കൂടി ഉണ്ട് എനിക്ക്. ഞാൻ ആദ്യം റെന്റിന് നിന്നിരുന്ന ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു വയറിങ്ങിന്റെ പണിയാണ്. നമ്മൾ ചെറിയ വയറിങ്ങിന്റെ പണിയൊക്കെ എടുക്കൂട്ടെ നമ്മൾ. അതുകൊണ്ട് നമുക്ക് ആ പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആദ്യം എന്ത് പണിയുള്ളത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് ആ വയറിങ്ങിന്റെ പണിയാണ്ട് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയിട്ടിരിക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ വേറെ പണിയൊന്നുമല്ല ഉണ്ടായിരുന്നു. ഞാൻ പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ. വേറെ ഒന്നല്ല, ഈ ക്രെയിന് വഴി നമുക്ക് ഇവിടെ കുറച്ച് സിമെന്റ് ചാക്ക് എടുക്കുന്ന കണ്ടില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കലിരുന്ന്. പിന്നെ എന്താ അവിടെ ആ സംഭവം ഇല്ലേ, എന്താണ് ആ റൗണ്ട് പോലത്തെ ഒരു കോയൽ പോലത്തെ സംഭവം, ആ സംഭവം കൂടി എടുത്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ചെറിയൊരു പണിയായിരുന്നു. നമുക്ക് ചെറിയൊരു ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ ആദ്യം റെന്റിന് നിന്ന് വീടിൻ്റെ അവിടേക്ക് പോവാം. അവിടെ വയറിങ് പണി ഉണ്ടെന്നാണ് പറയണത്. എന്തിൻ്റെ വയറിങ് പണിയാണാവോ എന്തോ. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കി നോക്കാം. നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഓണർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആള് പറഞ്ഞത് ഇവിടുത്തെ എന്തോ ലാപ്പ്, ഇവിടെ ഒരു പീസിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്താ നമ്മളെ പണ്ടത്തെ വീടാണ്, അതെന്തോ വർക്ക് ആവുന്നില്ല എന്നാ പറയണത്. ആൾക്ക് എന്തോ അതിൽ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഒക്കെ ചെയ്യാണ്ട്, അതെന്തോ ഓൺ ആവുന്നില്ല എന്നൊക്കെ പറയണത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കാം. ഓക്കെ, ഇതാ ഈ ഉള്ളി കാണുന്ന പി സിയിലാണ് എന്താ ആൾക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ എന്താണോ പ്രശ്നം. ഇതിന്റെ കേസൊക്കെ ഒന്ന് ഊരി നോക്കി നോക്കേണ്ടി വരും, എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലാപ്പല്ല പി സിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. പി സി ആണ് മോണിറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ പി സി ഒന്ന് റെഡി ആക്കിയപ്പോൾ ഒന്ന് ടെസ്റ്റ് അടിക്കാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതിലൊരു ഡ്രോയിങ്ങിന്റെ സൈറ്റ് കണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്നൊരു ട്രാക്ടർ വരച്ച് വെക്കാനാണ് നമ്മളെ പ്ലാന്. വരച്ച് കഴിയുമ്പോൾ ട്രാക്ടർ ആവുമോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ട്രാക്ടർ വരച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഈ ഫോട്ടോ സേവ് ചെയ്തേക്കാം. ആളൊന്ന് കാണട്ടെ ഗൈസ് നമ്മളെ കഴിവുകളൊക്കെ. നമ്മളെ റെഡി ആക്കി കൊടുത്തപ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് ഡ്രോയിങ് ഒക്കെ ചെയ്തിരുന്നു. അതിലെന്തൊരു ഡ്രോയിങ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് ചെയ്തതാണ്. ഒരു ഗോൾഡൻ ട്രാക്ടറാണ് ഗൈസ് നമ്മൾ വരച്ചത്. ഓക്കെ, നമ്മൾ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓണറിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോവാ. ഓക്കെ, ഇതെന്താ ഇതാരാ പണി? അവിടെ ഗോൾഡൻ ട്രാക്ടർ കൊടുത്തിട്ടിരിക്കണ്. ഓറഞ്ച് ഗോൾഡാ. എടാ ഇത് ഗോൾഡ് അല്ലേ? ഞാൻ ആ മോണിറ്ററിൽ ഒരു ഗോൾഡൻ ട്രാക്ടർ വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ റിയൽ ആയിട്ട് വന്നാ? എടേ ഒരു മിനിറ്റ്, ഇതെന്താണ് ഗൈസ്? റിയലായിട്ട് വന്നതിൽ വരച്ചത്. ഒരു മിനിറ്റ്, ഒന്ന് റിയൽ ആണോന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരെണ്ണം കൂടി പോയി വരക്കട്ടെ, എന്നാലല്ലേ കൺഫേം ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ നിട്ടോന്ന് അറിയില്ലല്ലോ. നമുക്ക് എന്തായാലും ഒരു ബൈക്കും കൂടി വരച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് റിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു ബൈക്ക് ഡ്രോയിങ് ചെയ്യാം. ഞാൻ നിഞ്ചാണ് ഉദ്ദേശിച്ചത്. ഇനി ഏത് ബൈക്കായി വരും എന്ന് അറിയില്ല. നമുക്ക് കൃത്യമായിട്ട് വരക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, ഇവിടെ നമ്മൾ ബൈക്ക് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിഞ്ചാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബൈക്കിന്റെ കോലൊക്കെ ഇത് നിഞ്ചായിട്ട് വരുമോ എന്തോ. ഞാൻ എന്തായാലും സേവ് കൊടുക്കാൻ പോകും. നിഞ്ച വരച്ചിട്ടുണ്ടായിരുന്നു, കവാസാക്കി നിഞ്ച. അത് വരുമോന്ന് നോക്കാം, അപ്പോൾ നമുക്ക് കൺഫേം ആക്കാം. ഇതെന്താണിത്? നമുക്ക് പുറത്ത് പോയേക്കാം. ഇവിടെ വല്ലാണ്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം അത് വേറെ ആരെങ്കിലും കൊടുന്നിട്ടതാവും ഗൈസ് ഈ ട്രാക്ടർ. ഇതിന് കൊട്ടയിലൊക്കെ ആ പീസ് റിയലാണ്ടല്ലോ വരച്ചാ വരും. ആ മോണിറ്റർ എടുത്തു കൊണ്ടായാലേ നമുക്ക് ഗൈസ് അതിൽ വരച്ചതൊക്കെ അതാ വരുന്നുണ്ട് റിയലായിട്ട്. ഈ ഗോൾഡൻ ട്രാക്ടർ ഇത് ഒറിജിനൽ ഗോൾഡാണ്. അത് കൂടാണ്ട് ഈ നിഞ്ച എത്ര ലക്ഷം രൂപയുടെ വണ്ടിയാണ് ഗൈസ് ഇതിന്റെ ബാക്കിലിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, നൈസായിട്ട് ഈ രണ്ട് വണ്ടി ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോവാ. ഞാൻ ഈ ZX10R അതിന്റെ ബാക്കിൽ എങ്ങനെയും കയറ്റി വെക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മളങ്ങനെ നമ്മളെ ZX10Rഉം നിഞ്ചയും ഇവിടെ ബാക്കിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വണ്ടി എടുത്തിട്ട് നേരെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിടാം. ട്രാക്ടർ തന്നെ സെയിലാക്കിയാൽ എത്ര ക്യാഷ് കിട്ടും? ഇനി കുറെ കാലത്തിന് വീണ്ടും പണിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല.
കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെ 2 വണ്ടിയും ട്രാക്ടറും കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി 2 ബൈക്ക് ഇവിടെ ഇങ്ങനെയും ഇറക്കി വെക്കട്ടെ. ഇനി ആ വീടിന്റെ ഓണറില്ലാത്ത സമയത്ത് ഇടക്കിടക്ക് കയ്യിൽ കയറിയിട്ട് ആ PC-യിൽ ഓരോന്ന് വരച്ചിട്ട് വേണം ഗൈസ് റിയൽ ലൈഫിലാക്കി എടുക്കാൻ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എല്ലാ വണ്ടികളും ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ട്രാക്ടർ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഷോറൂമിലോട്ട് കയറ്റിയിടണം. ഷോറൂമല്ല, ഗാരേജിലോട്ട് കയറ്റിയിടണം. നമ്മളെ നിഞ്ച ഞാൻ വീടിന്റെ ഉള്ളിലാണ് ഗൈസ് വെച്ചത്. അത് ഇത്തിരി റയർ ബൈക്കാണ്. ആരെങ്കിലും പൊക്കി കൊണ്ടുപോയി ഞാൻ മേടിക്കാൻ കിട്ടൂല. അത്രക്കും റയർ പീസാണ് ആ ബൈക്ക്. അതിന്റെ സ്റ്റാൻഡിന് എന്തോ പറ്റി ഗൈസ്. നമ്മൾ ട്രാക്ടറിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ സ്റ്റാൻഡിന് എന്തോ പറ്റിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ ട്രാക്ടർ ഞാൻ എന്തായാലും ഗാരേജിലോട്ടൊന്ന് എടുത്തേക്കട്ടെ, അല്ലെങ്കിൽ അതും ആരെങ്കിലും എടുത്തുകൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഗോൾഡൻ ട്രാക്ടറാണ് ഗൈസ്. അതിന്റെ പാർട്സ് ആയാലും ഊരിക്കൊണ്ടായാലും മതി. ഞാൻ പോയി അവനാ കൊടുത്ത് റിച്ച്. അതിന്റെ ഗോൾഡ് അത്രക്കും പവർഫുൾ ഗോൾഡാണ് ഗൈസ്. നല്ല കട്ടിയുള്ള ഗോൾഡാണ്. അതുകൊണ്ട് വിറ്റാൽ നല്ല ക്യാഷും കിട്ടും. അതുകൊണ്ട് ആരായാലും അടിച്ചു മാറ്റും. ഞാൻ എന്തായാലും ഗാരേജിലോട്ട് കയറ്റിയിടട്ടെ വണ്ടി. ഗോൾഡ് ട്രാക്ടറിന്റെ ഫ്രണ്ട് ഭാഗം എന്തായാലും അപ്പുറത്തേക്ക് ആക്കിയേക്കാം. അപ്പോൾ ആർക്കും മനസ്സിലാവില്ലല്ലോ ഇത് ഗോൾഡാന്ന്. അപ്പോൾ സാധാ ട്രാക്ടർ എടുക്കുകയെന്ന് വിചാരിക്കുള്ളൂ. ആരും ഇതിനുള്ളിലേക്ക് കയറി നോക്കുകയല്ല. ഓക്കെ, വണ്ടി എന്തായാലും ഇവിടെ കിടക്കട്ടെ. അങ്ങനെ എല്ലാ വണ്ടിയും പണിക്ക് പോയി എന്ന് നമുക്ക് ഗോൾഡൻ കുറേ വണ്ടികളൊക്കെ കിട്ടി ഗീസ്. അതാണ് ഇടക്കിടക്ക് പണിക്ക് പോകുന്നത്. ഇങ്ങനെ വല്ല ലോട്ടറി അടിച്ചാലാ. അപ്പം നമ്മൾ ഇന്നത്തെ കൂടെ എത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50K ആണ് ഗൈസ്. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മുടെ ചോപ്പ് എന്ത് ചെയ്യണാവോ? ഓനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഓനവിടെ കാണാനുമില്ല. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ പറയാം. അപ്പം എന്നാ നെക്സ്റ്റ് ഒരു കിടക്കാഴ്ച ഗെയിം പ്രോഡിറ്റ് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗായ്സ്. ഇരുട്ടിൽ സെറ്റി പാടും രാജാവുക്ക് എല്ലാതും ഇവനെ കുറുവാനായും ജനത്തിരക്ക് കാലം